ദഹനകാലം 8-ാം ഞായർ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. നീ എൻ്റെ പ്രിയപുത്രൻ. ദഹനകാലത്തിലെ അവസാനത്തെ ആഴ്ചയിലേക്ക് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുന്നു. പരിശുദ്ധ ത്രിത്വത്തിന്റെ ശബ്ദം ലോകത്തിൽ മുഴങ്ങിക്കേട്ട ഒരു അസുലഭ നിമിഷത്തെയാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. പുത്രനായ ദൈവം തന്റെ പരസ്യ ജീവിതത്തിന് ഒരുങ്ങുന്ന ഒരു നിമിഷത്തിലാണ് ഈ സ്വർഗീയ സാക്ഷ്യം ലോകത്തിൽ മുഴങ്ങിക്കേട്ടത്. മാർക്കോസ് തന്റെ സുവിശേഷം ആരംഭിക്കുന്നത് ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞുകൊണ്ടാണ്. യേശു ദൈവപുത്രൻ എന്ന സന്ദേശം ലോകത്തോട് വിളംബരം ചെയ്യാനാണ് വിശുദ്ധ മർക്കോസ് സുവിശേഷം രചിക്കുന്നത്. പത്രോസിന്റെ ആത്മീയ പുത്രനും പൗലോസിന്റെ സഹകാരിയും ബർണബാസിന്റെ പിതൃപുത്രനും കൗറിൻകാരനുമായിരുന്ന വിശുദ്ധ മർക്കോസ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന യോഹന്നാൻ, ബർണബായും മർക്കോസും പൗലോസ് ലീഹായുമായുള്ള അഭിപ്രായ വ്യത്യാസത്താൽ വഴി പിരിഞ്ഞു പോകുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിന്റെ ജനന സംഭവങ്ങളോ ശൈശവമോ ഒന്നും പ്രതിപാദിക്കാതെ നേരിട്ട് സ്നാപക യോഹന്നാനെ അവതരിപ്പിച്ചും അവൻ നൽകിയ അനുതാപത്തിന്റെ ജ്ഞാനസ്നാനത്തിലുമാണ് മർക്കോസ് സുവിശേഷം ആരംഭിക്കുന്നത്. പഴയ നിയമത്തിലെ ജ്ഞാനസ്നാനത്തെ പുതുക്കാനും പൂർണ്ണമാക്കാനും വേണ്ടി നസ്രത്തിൽ നിന്നും ഏകദേശം 250 കിലോമീറ്ററുകൾ താണ്ടി ജോർദാനിൽ വന്നെത്തുന്ന യേശുവിനെയാണ് നാം ഇന്ന് കാണുന്നത്. ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് യോഹന്നാൻ ചോദിക്കുന്നുണ്ട്. പാപമൊഴികെ എല്ലാറ്റിലും അവൻ നമ്മോട് സമനായിരുന്നുവെന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. എങ്കിലും സർവ്വനീതിയും പൂർത്തിയാക്കപ്പെടുന്നതിനും പുതിയ നിയമത്തിലെ മാമോദീസായിലേക്ക് മനുഷ്യരെ ഒരുക്കുന്നതിനുമായി ഒരാഴ്ചയിലേറെ കാൽനടയായി സഞ്ചരിച്ചുകൊണ്ടാണ് യേശു യോഹന്നാന്റെ ജ്ഞാനസ്നാനത്തിന് എത്തിച്ചേരുന്നത്. എത്തിച്ചേർന്നവൻ ദൈവം, തേടി വന്നവൻ താൻ അംഗീകാര മുദ്ര നൽകി അയച്ച വെറും ഒരു പ്രവാചകൻ. അവിടെ എളിമയുണ്ട്. അതിനേക്കാൾ ഏറെ പാരമ്പര്യങ്ങൾക്കും അധികാരങ്ങൾക്കും മുൻതൂക്കമുണ്ട്. ദൈവമായിരുന്നിട്ടും യേശു ഇതിനൊക്കെ സഹകരിച്ചെങ്കിൽ ആത്മീയരായ മനുഷ്യർ എവിടെ ദൈവിക വേല നടക്കുന്നുവോ അവിടെയൊക്കെ സാന്നിധ്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും സഹകരിക്കണമെന്ന ഒരു പാഠവുമുണ്ട്. എന്നും പാരമ്പര്യങ്ങളെ യേശു മാനിച്ചിരുന്നു. എന്നാൽ അത് പൂർണ്ണമാക്കണമെന്ന വിട്ടുവീഴ്ചയില്ലാത്ത ഉറച്ച നിലപാടും യേശുവിനുണ്ടായിരുന്നു. നിയമങ്ങളിലും പാരമ്പര്യങ്ങളിലുമുള്ള ദൈവഹിതം വിവേചിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ജ്ഞാനസ്നാനത്തിന് വേണ്ടിയുള്ള ത്യാഗപൂർണമായ അവന്റെ പ്രവൃത്തിയെ ദൈവം അംഗീകരിക്കുന്നതിന്റെ ഭാഗമാണ് വെള്ളത്തിൽ നിന്നും കയറുമ്പോൾ പരിശുദ്ധാത്മാവ് ആകാശം പിളർന്ന് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്നതും സ്വർഗത്തിൽ നിന്ന് പിതാവിന്റെ സ്വരം അവിടെ മുഴങ്ങിക്കേട്ടതും. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അവന്റെ ജനനവേളയിൽ ഗബ്രിയേൽ ദൂതനും അവന്റെ പരസ്യ ജീവിത ആരംഭത്തിൽ പരിശുദ്ധ ത്രിത്വവും അവനെ ദൈവപുത്രനെന്ന് ഏറ്റുപറയുന്നുണ്ട്. പിന്നീട് മരണവേളയിൽ ഭൂമി കുലുങ്ങുകയും പാറകൾ പിളരുകയും ശവകുടീരങ്ങൾ തുറക്കപ്പെടുകയും ദേവാലയത്തിലെ തിരശീല രണ്ടായി കീറുകയും ചെയ്തതൊക്കെ കണ്ടപ്പോൾ അവന്റെ വധത്തിന് നേതൃത്വം നൽകിയ ശതാധിപൻ വിളിച്ചു പറഞ്ഞു, സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു. ഈ ദൈവപുത്ര സ്ഥാനം മഹത്വത്തിനും ആശ്വാസത്തിനുമുള്ള ഗ്യാരണ്ടിയല്ല എന്ന് യേശുവിന്റെ ജീവിതം സാക്ഷ്യം നൽകുന്നു. അവന് വഴിയൊരുക്കാൻ വന്ന യോഹന്നാനും പരിത്യാഗത്തിന്റെ ജീവിതവുമാണ് ദൈവം സമ്മാനിച്ചത്. പ്രിയപുത്രൻ എന്ന് ഏറ്റുപറഞ്ഞ ഉടനെയുള്ള വചനം അതിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണല്ലോ. ഉടനെ ആത്മാവ് സാത്താനാൽ പരീക്ഷിക്കപ്പെടുന്നതിനായി അവനെ മനുഷ്യവാസമില്ലാത്ത മരുഭൂമിയിലേക്ക് നയിച്ചു. അവിടെ അവന് കൂട്ടുണ്ടായിരുന്നത് വന്യമൃഗങ്ങളായിരുന്നു. ഇതാണ് ആത്മീയ ജീവിതം നയിക്കുന്നവർക്ക് ലഭിക്കുന്ന ദൈവത്തിന്റെ സമ്മാനം. എത്ര കൂടുതൽ ദൈവകൃപയിൽ വളരുന്നുവോ അത്രയേറെ പ്രലോഭനങ്ങളും വർദ്ധിക്കും. ജോബിന്റെ പുസ്തകം ഈ സത്യം നമ്മെ പഠിപ്പിക്കുന്നു. പക്ഷേ പ്രലോഭനങ്ങളോട് അടരാടി ജീവിക്കുന്നവർക്ക് അതിനേക്കാൾ അധികമായി ദൈവത്തിന്റെ സംരക്ഷണം ലഭിക്കുകയും ചെയ്യും. പാപത്തിന്റെ പ്രതീകമായ വന്യമൃഗങ്ങളാണ് മരുഭൂമിയിൽ അവന് കൂട്ടായിരുന്നതെങ്കിലും ദൈവദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു എന്നും നാം വായിക്കുന്നു. പാപം വർദ്ധിച്ചിടത്ത് കൃപ അതിനുമേൽ വർദ്ധിച്ചു. ഒരുവനെ ദൈവപുത്രനായി അംഗീകരിക്കുന്നതിന്റെ അടയാളമാണ് സഹനങ്ങളെ നൽകി ശുദ്ധീകരിക്കുന്നത്. ജീവിതത്തിൽ അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത്. മഹത്വത്തിന്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു.
എന്നതിന് സാക്ഷ്യമാണത്. യേശുവിന്റെ ജ്ഞാനസ്നാനം അവന് വേണ്ടിയല്ല, മനുഷ്യകുലത്തിന് മുഴുവൻ വേണ്ടിയായിരുന്നു. അത് കുരിശുമരണത്തിൽ പൂർത്തിയാകുന്നു, ഉയർപ്പിൽ പൂർണ്ണമാകുന്നു, സ്വർഗാരോഹണത്തിൽ പരിപൂർത്തിയാകുന്നു. പരിശുദ്ധാത്മാവിനെ മാമോദീസായിൽ സ്വീകരിക്കുന്നതോടെ നാമും പുത്രി സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നു. പാപത്തിന് മരിച്ച് കൃപയ്ക്ക് അർഹരാകുന്നു. അത് നമ്മുടെ യോഗ്യതയാലല്ല, ദൈവത്തിന്റെ കൃപയാലാണ്. ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ പാപിയായ മനുഷ്യനോട് സ്വയം താതാത്മ്യം പ്രാപിച്ച് അവന്റെ പാപങ്ങൾ ഏറ്റെടുക്കാനും അവനെ ദൈവസ്വീകാര്യനാക്കാനുമാണ്. ഇത് യാന്ത്രികമായി നടക്കേണ്ട ഒന്നല്ല. അവനെ പോലെ ജീവിതത്തിലെ കുരിശുകൾ തോളിലേറ്റി യേശുവിനെ അനുഗമിക്കണം എന്നാണല്ലോ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നന്മ മാത്രമായവൻ നമുക്ക് വേണ്ടി പാപമായെങ്കിൽ പാപികളായ നാം അവന് വേണ്ടി നന്മയാകണം എന്ന സന്ദേശമാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്.